Hello students, welcome back. The next is group 17 elements. They are also called halogens. Okay, this is halogen group or fluorine family. Okay, first element is fluorine, the second element is chlorine, then bromine, iodine and astatine. Why these are called halogens? Halogens, halo means salt, and gens means forming. Okay, so these are salt forming elements. കാരണം നമ്മൾ സാൾട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ NaCl, NaBr, NaI, ഓക്കെ, അതേപോലെ NaF, അതേപോലെ എന്നേൻ്റെ കൂടെ മാത്രമല്ല പൊട്ടാഷ്യത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കൂടെയും മഗ്നീഷ്യത്തിൻ്റെ കൂടെയൊക്കെ സാൾട്ടുകൾ ഫോം ചെയ്യുന്ന എലമെൻറ്റ്സ് ആയതുകൊണ്ടാണ് സാൾട്ട് ഫോമിങ് എലമെൻറ്റ്സ് എന്നുള്ള അർത്ഥത്തിൽ ദേ ആർ കോൾഡ് ഹാലോജൻസ്. ഓക്കെ, and first of all its electronic configuration, the general electronic configuration is ns2np5. okay, fluorine എടുത്തു കഴിഞ്ഞാൽ atomic number 9 ആണ്, 1s2 2s2 2p5 ആണ്, 2p5 2s2 2p5. okay, അതേപോലെ chlorine എടുത്തു കഴിഞ്ഞാൽ atomic number 17 ആണ്, the electronic configuration is 1s2 2s2 2p6 3s2 3p5 is the outermost electronic configuration. അപ്പോൾ നമുക്ക് ജനറലി എന്ത് പറയാം, the 2s2 2p5, the 3s2 3p5, അടുത്ത 4s2 4p5, so that is ns2 np5. Atomic and ionic radii follows the general trend. okay, down the group fluorine, chlorine, bromine, iodine, astatine താഴേക്ക് വരുന്ന സമയത്ത് there is an increase in atomic radii. The atomic and ionic radii increases from top to bottom in the group. That is increases, atomic and ionic radii increases from fluorine to astatine. Astatine നമ്മൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റഡീസിലും അസ്റ്റാറ്റിൻ ഒഴിവാക്കിയിട്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അസ്റ്റാറ്റിൻ ഈസ് റേഡിയോ ആക്റ്റീവ്, സോ ഇറ്റ്സ് കെമിസ്ട്രി ഈസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലെക്സ്, അതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയോ ഇൻക്രീസ് ചെയ്തത്? ദ റീസൺ ഈസ്, ഓക്കെ, ട്രെൻഡ് ചെയ്തിട്ട് റീസൺ ആയിട്ട് ഇത് എഴുതിയാൽ മതി. ദറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഷെല്ലുകൾ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ ട്രെൻഡ് എന്താ? നെക്സ്റ്റ് പ്രോപ്പർട്ടി അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഓക്കെ, അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ ട്രെൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു അറ്റോമിക് റേഡിയൈ ആണ്. സോ ഓക്കെ, സോ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ദറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ സൈസ്. നമ്മൾ ഒരു പീരിയഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും അവസാനത്തെ 17th ഗ്രൂപ്പ് വരെ എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും ഹൈ അയണൈസേഷൻ എൻതാൽപ്പി നോബിൾ ഗ്യാസിനെ ഒഴിവാക്കിയിട്ട്, നോബിൾ ഗ്യാസ് ആർ ഹൈ ഇനേർട്ടാണ്, അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് പറയുകയാണെങ്കിൽ 17 വരെയുള്ള എടുത്താൽ ദേ ഹാവ് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി നോബിൾ ഗ്യാസസിനാണ്, പക്ഷേ ബാക്കിയുള്ളതിൽ വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ദറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ സൈസ്. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, അതേപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തിട്ട് സൈസ് ഡിക്രീസ് ചെയ്താൽ അവിടെ ഇലക്ട്രോൺസ് വിൽ ബി ഹെൽഡ് സ്ട്രോങ്ലി ബൈ ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇലക്ട്രോൺസിനെ സ്ട്രോങ് ആയിട്ട് അവിടെ പിടിച്ചു വെക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയും കൂടുതലായിരിക്കും. താഴേക്ക് സൈസ് കൂടുന്നത് കൊണ്ട് ആ അയണൈസേഷൻ എൻതാൽപ്പിയിൽ ഒരു ഡിക്രീസും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when an isolated gaseous atom gains an electron into its outermost shell. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഗ്യാഷ്യസ് ആറ്റം, ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ്. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് when an isolated gaseous atom gains an electron, energy is released. എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇൻ മോസ്റ്റ് കേസസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് നെഗറ്റീവ് ആൻഡ് ഹാലജൻസ് ഓൾസോ ഹാവ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ ഹയസ്റ്റ് നെഗറ്റീവ്, കൂടുതൽ എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദേ ഹാവ് ഹൈ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് ട്രെൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം മോർ നെഗറ്റീവാണ്. ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടുന്നതുകൊണ്ട് ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. ഓക്കെ, അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഷുഡ് ബിക്കം ലെസ് നെഗറ്റീവ്. പക്ഷേ ഈ കേസിൽ നമുക്ക് ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹിയർ ഓക്സിജൻ ഈസ് ഗിവൺ, സോ ദാറ്റ് ഷുഡ് ബി ക്ലോറിൻ, ആൻഡ് ഹിയർ സൾഫർ ഈസ് ഗിവൺ ആൻഡ് ദാറ്റ് ഷുഡ് ബി ഫ്ലൂറിൻ. ഓക്കെ, ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, അത് കറക്റ്റ് ചെയ്തു വെച്ചതാണ്. Electron gain enthalpy becomes less negative down the group. Exception, the electron gain enthalpy of chlorine is more negative than fluorine. Chlorine അത് ഫ്ലൂറിനേക്കാളും മോർ നെഗറ്റീവ് ആണ്. അത് മോർ നെഗറ്റീവ് ആവാനുള്ള റീസൺ, വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ നമ്മൾ ഫ്ലൂറിൻ എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്,
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 7 ആണ്. ഓക്കെ, സോ ദർ ഈസ് എ ന്യൂക്ലിയസ്. അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഒരു കെ ഷെല്ലുണ്ട്, അതിൻ്റെ അടുത്ത് ഒരു എൽ ഷെല്ലും ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് കെ ഷെൽ ആൻഡ് ദർ ഈസ് എൻ എൽ ഷെൽ. അപ്പോൾ കെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ദർ ആർ 2 ഇലക്ട്രോൺസ്. എൽ ഷെല്ലിനകത്ത് 1 2 3 4 5 6 7. ഓക്കെ, ഈ കേസ് നമ്മൾ ഓക്സിജനിലും സൾഫറിലും ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഓക്സിജനിലും സൾഫർ, അവിടെ നമ്മൾ ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പ് 60 ഡിസ്കസ് ചെയ്താണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് സൾഫർ ഈസ് മോർ നെഗറ്റീവ് ദാൻ ഓക്സിജൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി നമ്മളവിടെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 17 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 287 ആണ്. 287. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. അവിടെ ദിസ് ഈസ് ദ കെ ഷെൽ, ദിസ് ഈസ് ദ എൽ ഷെൽ ആൻഡ് ദിസ് ഈസ് ദ എം ഷെൽ. ഓക്കെ, ഇത് കെ ഷെൽ, ഇത് എൽ ഷെൽ, ഇത് എം ഷെൽ. കെ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിനകത്ത് 1 2 3 4 5 6 7 8 ആണ്. ആൻഡ് എം ഷെല്ലിനകത്ത് 1 2 3 4 5 6 7 ആണ്. ഓക്കെ, ഇനി ഈ ആറ്റത്തിലേക്കാണ് ഫ്ലൂറിനിലേക്ക് ഒരു ഇലക്ട്രോണെ നമുക്ക് ആഡ് ചെയ്യണം. അതേപോലെ ക്ലോറിനിലേക്കും ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യണം. അടുത്തടുത്ത എലമെൻറ്റുകളാണ് ഫ്ലൂറിനും ക്ലോറിനും. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ചാർജ് 9 ആണ്, ഇവിടെ ന്യൂക്ലിയർ ചാർജ് 17 ആണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അകലത്തിലേക്ക് പോയിട്ടുമില്ല. അടുത്ത ബ്രോമിനിലേക്ക് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷേ അടുത്ത എൻ ഷെല്ലാകുമ്പോൾ ഒരുപാട് അകലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ എഫക്റ്റ് ഇല്ല. ഫ്ലൂറിലും ക്ലോറിനിലുമാണ് ആ എഫക്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്തുള്ള ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ, അതായത് ഇവിടെ ഉള്ളതും ഇലക്ട്രോൺസ് ആണ്, ആഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ആണ്, ആ റിപ്പൽഷൻ കുറവാണ്. ഇവിടെ ആ റിപ്പൽഷൻ എന്താണ്? ഇത് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ സ്മോളർ എൽ ഷെല്ലാണ്. എൽ ഷെല്ലിലേക്കാണ് ആഡ് ചെയ്യുന്നത്, വേർ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് മോർ റിപ്പൽഷൻ. സോ the tendency to add an electron is less than that of chlorine. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് ഒറ്റ വാക്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കോമ്പാക്ട് നേച്ചർ ഓഫ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ കുറച്ച് കോമ്പാക്റ്റ് ആണ്, ചെറുതായതുകൊണ്ടാണ് എന്നും പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം in chlorine the electron is added to a bigger M shell where it experiences less repulsion than the smaller L shell in fluorine. അതുകൊണ്ട് ഇവിടെ ലെസ് റിപ്പൽഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു ആഡ് എൻ ഇലക്ട്രോൺ. ആസ് ഈസിയർ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ, മോർ എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ ഒറ്റ വാക്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കോമ്പാക്ട് നേച്ചർ ഓഫ് ഫ്ലൂറിൻ എന്ന് പറയും. ഫ്ലൂറിന് ക്ലോറിനേക്കാളും കുറയാൻ കാരണമായത് ഫ്ലൂറിൻ ചെറിയ ഒരു എലമെൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹാലോജൻസ് ഹാവ് മാക്സിമം നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻ ദ കറസ്പോണ്ടിങ് പീരീഡ്. ഹാലോജൻസിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മാക്സിമം ആണ് ഇൻ ദ പീരീഡിൽ. ഓരോ പീരീഡിലും സെക്കൻഡ് പീരീഡിൽ ഫ്ലൂറിന്, തേർഡ് പീരീഡിൽ ക്ലോറിന്, ഫോർത്ത് പീരീഡിൽ ബ്രോമിനിൽ അങ്ങനെ വരും. കാരണം എന്താ? ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അവരാണ് ഏറ്റവും ചെറിയ എലമെൻറ്റ്സ്. അപ്പോൾ ചെറിയ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എലമെൻറ്റുകൾ ചെറുതാവുമ്പോൾ ഇലക്ട്രോണെ ആഡ് ചെയ്യാൻ, അതായത് ന്യൂക്ലിയസിന് ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. എന്നാൽ ഫ്ലൂറിലും ക്ലോറിലും വരുമ്പോൾ സൈസ് കൂടുന്നുണ്ട് എങ്കിൽ പോലും ക്ലോറിനിലേക്ക് ആഡ് ചെയ്യാനാണ് കുറച്ച് ഈസിയർ ആയിട്ടുള്ളത്. കാരണം ഫ്ലൂറിൻ വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് റിപ്പൽഷൻ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു. ക്ലോറിൻ്റെ കാര്യത്തിൽ ആ റിപ്പൽഷൻ കുറവായതുകൊണ്ട് അവിടെ ആഡ് ചെയ്യാൻ ഈസി ആവുന്നു. അത് നമ്മൾ എന്താണോ ഗ്രൂപ്പ് 60 ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും കാര്യത്തിൽ ഡിസ്കസ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, and the next is electronegativity. Electronegativity is the ability of an atom to attract the shared pair of electron. ഒരു ഇലക്ട്രോണിനെ, ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, ഇപ്പോൾ എയും ബിയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട് എങ്കിൽ അവിടെയുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോൺസ് ആണ്, എക്സാക്ട് സെൻറ്ററിലാണ് നിൽക്കേണ്ടത്. പക്ഷേ അവിടെ ബി മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ബീൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. അങ്ങനെ ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരുന്നതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ആറ്റം ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ടു എൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. എന്നാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റാണ്. ഓക്കെ, ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും സൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 17 മാത്രം ഡിസ്കസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ്. ഓക്കെ, ആൻഡ് electronegativity decreases, that is due to the increase in size. Reason എന്താ? Due to the increase in size. And halogens having very high electronegativity. Most electronegative elements ഒക്കെ എവിടെ വരുന്നുണ്ട്? ഹാലോജൻസിൽ വരുന്നുണ്ട്. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഫ്ലൂറിൻ ആണ്.
പിന്നെ അവിടെ ഓക്സിജനും പിന്നെ നൈട്രജനും പിന്നെയാണ് ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയോഡീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് 6 എലമെൻറ്റ്സ് എടുത്താൽ അതിലെന്തുണ്ട്? എല്ലാ ഹാലോജൻസും ഉണ്ട്. സോ ദേ ഹാവ് വെരി ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ദെയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് മോളിക്കുലാർ മാസും സൈസും കൂടുന്നതുകൊണ്ട് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അപ്പോൾ അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ആസ് ദ സൈസ് ഇൻക്രീസസ്, വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ് ആൻഡ് ദർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ഒരു ഗ്യാസാണ്, അവിടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ക്ലോറിനും ഒരു ഗ്യാസാണ്. ബ്രോമിൻ ഒരു ലിക്വിഡാണ്, അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടി. അയോഡീൻ ഒരു സോളിഡാണ്, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടി. ഓക്കെ, ആൻഡ് ഓൾ ഹാലോജൻസ് ആർ കളേർഡ് ആയിട്ടുള്ള ഹാലോജൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലോറിൻ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്. അതേപോലെ ബ്രോമിൻ ഒരു റെഡിഷ് ബ്രൗൺ ലിക്വിഡാണ്. അതേപോലെ തന്നെ അയോഡീൻ എന്ന് പറയുന്ന ഒരു വയലറ്റ് സോളിഡാണ്. ഓക്കെ, and the next is a question. Halogen have maximum negative electron gain enthalpy in the respective period of the periodic table. Why? ഹാലോജൻസിനാണ് മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഉള്ളത്. കാരണം എന്താ? ദറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് സ്മോളസ്റ്റ് സൈസ് ആൻഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പീരീഡ് ആൻഡ് ദെർഫോർ ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുതലുണ്ട്, സ്മോളസ്റ്റ് സൈസ്. അപ്പോൾ അവിടെ ആൻസർ എന്താണ്? സ്മോളസ്റ്റ് സൈസ്, വെരി സ്മോളർ സൈസ് ആൻഡ് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. Okay, and there is another question. Although electron gain enthalpy of fluorine is less negative as compared to chlorine, fluorine is strong oxidizing agent than chlorine. Why? ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഫ്ലൂറിനേക്കാളും ക്ലോറിന് കൂടുതലായിട്ടും ഫ്ലൂറിൻ എന്ന് പറയുന്നത് F2 എന്ന് പറയുന്നത് ക്ലോറിനേക്കാളും Cl2-നേക്കാളും എന്ത് പവർ ഉണ്ട് എന്ന് പറഞ്ഞത്? ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആവാനുള്ള പവർ. എന്ന് വെച്ചാൽ ഓക്സിഡൈസിങ് സ്ട്രെങ്ത് ഓർ ഓക്സിഡൈസിങ് പവർ ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ഒരു ഓക്സിഡൈസിങ് പവർ പറയുമ്പോൾ ആൾക്ക് നടക്കുന്ന എന്താണ്? റിഡക്ഷനാണ്. ഫ്ലൂറിൻ ചെയ്യുന്നത്, F2 ചെയ്യുന്നത് 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് 2F മൈനസ് ആവുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാഫ് F2 എന്ത് ചെയ്യുന്നു? 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് F മൈനസ് ആവുന്നു. അപ്പോൾ അത് റിഡക്ഷനാണ്, ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പോൾ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ക്ലോറിൻ ആണ് കൂടുതൽ. ക്ലോറിൻ എന്താ ചെയ്യുക? ഹാഫ് Cl2 പ്ലസ് 1 ഇലക്ട്രോൺ Cl മൈനസ് ആയിട്ട് മാറും. ഓക്കെ, പക്ഷേ ആ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ക്ലോറിൻ ആണ് ഹൈലി നെഗറ്റീവ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ക്ലോറിൻ ആണ് കൂടുതൽ. എങ്കിലും ഫ്ലൂറിൻ ഹൈ ഓക്സിഡൈസിങ് പവർ. ഓക്സിഡൈസിങ് പവർ, റെഡ്യൂസിങ് പവർ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇതെല്ലാം നമ്മൾ പറയുന്നത് അക്വസ് സൊല്യൂഷനകത്താണ്. അക്വസ് സൊല്യൂഷനിൽ. അപ്പോൾ അക്വസ് സൊല്യൂഷനിൽ അത് ആദ്യം അതിൽ ഡിസോൾവ് ചെയ്യണം. അപ്പോൾ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്മോളർ സൈസ് വേണം. അപ്പോൾ അവർക്ക് ഹൈ ഹൈഡ്രേഷൻ എന്താൽപ്പി ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൊല്യൂട്ടിനെ സോൾവെൻറ്റ് മോളിക്യൂൾ കവർ ചെയ്യുന്നതാണ് സോൾവേഷൻ. അത് വാട്ടർ ആണെങ്കിൽ ഹൈഡ്രേഷൻ. അപ്പോൾ അവിടെ അത് ഹൈഡ്രേറ്റഡ് ആവണം. അപ്പോൾ ഫ്ലൂറിന് ഹൈ ഹൈഡ്രേഷൻ എന്താൽപ്പി ഉണ്ട്. അതൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ടേബിൾ ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ ഫ്ലൂറിനും ക്ലോറിനും എടുത്താൽ ഫ്ലൂറിൻ സിംഗിൾ ബോണ്ട് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ സിംഗിൾ ബോണ്ട് ക്ലോറിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സൈസ് ക്ലോറിന് കൂടുതലായതുകൊണ്ട് ക്ലോറിൻ്റെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്. പക്ഷേ ഫ്ലൂറിന് ബോണ്ട് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത് കുറയണം. അങ്ങനെ ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ 3 ലോൺ പെയർ വീതം ഓരോ ഫ്ലൂറിലും ഉള്ളതുകൊണ്ട് ബോണ്ട് ലെങ്ത്തും കുറവായതുകൊണ്ട് ഈ റിപ്പൽഷൻ കൊണ്ട് എന്ത് ചെയ്യും? ഫ്ലൂറിൻ ഹൈലി റിയാക്റ്റീവ് ആവും. ഓക്കെ, ഫ്ലൂറിൻ ഹൈലി റിയാക്റ്റീവ് ആവും. ആ ബോണ്ട് എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളൊരു സംഗതി ഫ്ലൂറിൻ്റെ ബോണ്ട് എന്താൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ക്ലോറിനേക്കാളും കുറവാണ്. ശരിക്കും ഡൗൺ ദ ഗ്രൂപ്പ് ആസ് ദ സൈസ് ഇൻക്രീസസ് ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ് ആണ്. പക്ഷേ ഹാലോജൻസിൽ F2 ഈസ് മോർ റിയാക്റ്റീവ് ദാൻ Cl2. Cl2-നേക്കാളും F2 മോർ റിയാക്റ്റീവ് ആണ്. അവിടെ ഒരു കോളം ഉണ്ട്. ഇത് മെൽറ്റിംഗ് പോയിന്റിൻ്റെ വാല്യൂസൊക്കെ മെൽറ്റിംഗ് പോയിന്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബോയിലിംഗ് പോയിന്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതൊന്നും നോക്കണ്ട. ഓക്കെ, ബോണ്ട് ലെങ്ത് നോക്കുകയാണെങ്കിൽ 143 F2-ന്, 199, 228, 266 ബോണ്ട് ലെങ്ത് അവിടെ കൂടുന്നുണ്ട്. വാല്യൂസ് ചോദിക്കില്ല. ബോണ്ട് എന്താൽപ്പി നോക്ക്, ഫ്ലൂറിന് ഏറ്റവും കുറവാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂറിന് ശരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ക്ലോറിന് വളരെ കൂടുതലാണ്, പിന്നെ അതിനേക്കാളും കുറവാണ്, കാരണം അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാണ്? ആസ് ദ സൈസ് ഇൻക്രീസസ് ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. പക്ഷേ ഫ്ലൂറിനകത്ത് മാത്രം അവിടെ ഒരു ക്വസ്റ്റ്യൻ, why F2 is more reactive than Cl2.
Cl2-നേക്കാളും മോർ റിയാക്റ്റീവ് ആവാനുള്ള കാരണം എന്താ? അത് ബോണ്ട് ലെങ്ത് കൂടിയത് കൊണ്ടല്ല. ദ ആൻസർ ഈസ് ദാറ്റ് ഈസ് ഡ്യൂ ടു ലോൺ പെയർ repulsion. Okay, that is due to greater lone pair repulsion in F2. Okay, in F2 ആണ്. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് എഫ് ബോണ്ട് ലെങ്ത് കുറവാണ്, അതിൽ ലോൺ പെയറുകൾ വളരെ അടുത്ത് നിൽക്കുമ്പോൾ ആ ലോൺ പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ബ്രേക്ക് ആവും. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൂടി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഏറ്റവും കുറവ് ഫ്ലൂറിലായതുകൊണ്ട് ഒരു ഫ്ലൂറിൻ F2 അതിൻ്റെ ഹാഫ് മോൾ എടുത്തിട്ട് 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് 2F- ആവണമെങ്കിൽ അവിടെ എഫ് സിംഗിൾ ബോണ്ട് എഫ് ബ്രേക്ക് ചെയ്യണം. അതേപോലെ Cl2 ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് 2F- ഇല്ല 1F-. Cl- ആവണമെങ്കിൽ അവിടെ Cl സിംഗിൾ ബോണ്ട് Cl ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയൊക്കെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലോറിനാണ് കൂടുതലെങ്കിലും അക്വസ് സൊല്യൂഷനകത്ത് ഫ്ലൂറിന് കൂടുതലായിട്ട് റിയാക്ടിവിറ്റി ഉണ്ട്. റിയാക്ടിവിറ്റി മീൻസ് ദേ ആർ ആക്ടിങ് ആസ് എന്താ, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഫ്ലൂറിൻ എന്തായാലും ക്ലോറിനേക്കാളും റിയാക്റ്റീവ് തന്നെയാണ്, കാരണം അവിടെ റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് അത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഓക്സിഡൈസിങ് പവറാണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഫ്ലൂറിനേക്കാളും ക്ലോറിന് മോർ നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഫ്ലൂറിന് ക്ലോറിനേക്കാളും ലെസ് നെഗറ്റീവ് ആയിട്ടും ഫ്ലൂറിൻ എന്തുകൊണ്ടാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയെന്ന് ചോദിച്ചാൽ ലോ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ, അല്ലെങ്കിൽ ലോ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ എന്ന് വെച്ചാൽ ലോ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ മതി. ലോ ബോണ്ട് എൻതാൽപ്പി ലോ ആവാനുള്ള കാരണം എന്താ? ആ ലോൺ പെയർ റിപ്പൽഷൻ ആണ്. ആൻഡ് ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി, അതായത് ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ മോർ എനർജി റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഹൈഡ്രേറ്റഡ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്സിഡൈസിങ് പവറും റെഡ്യൂസിങ് പവറും നമ്മൾ E0 വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് പറയുക. അതുകൊണ്ട് അവർ അക്വസ് സൊല്യൂഷനിലാണ്. E0 വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് E0 വാല്യൂ ഉണ്ടെങ്കിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, പോസിറ്റീവ് E0 വാല്യൂ ഉണ്ടെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചത്, അതൊന്നും നോക്കണ്ട. അപ്പോൾ അക്വസ് സൊല്യൂഷനിലാണ് ഓക്സിഡൈസിങ് പവറും റെഡ്യൂസിങ് പവറും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഹൈഡ്രേഷൻ എന്താൽപ്പി നോക്കണം, അത് ഹൈ ആണ്, അതുകൊണ്ട് ഹൈഡ്രേറ്റഡ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഡിസോസിയേഷൻ എന്താൽപ്പി കുറവായതുകൊണ്ട് F2 F ആയി മാറാനും എന്നിട്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ മാർക്ക് ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. All halogens exhibit -1 oxidation state. The common oxidation state of halogen is -1. അവിടെ ഫ്ലൂറിന് ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് -1. പക്ഷേ ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ എക്സിബിറ്റ് +1, +3, +5 ആൻഡ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ HClO എന്ന് പറയുന്നൊരു മോളിക്യൂൾ എടുത്താൽ അവിടെ +1 ഇതിന് -2, അപ്പോൾ ക്ലോറിൻ അവിടെ +1 ആണ്. ഓക്കെ, അതേപോലെ HClO2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -2 × 2 ഇവിടെ +1. ഓക്കെ, അപ്പോൾ എത്ര വരണം? ഇവിടെ +3 വരണം. ഇനി നിങ്ങൾ എടുക്കുന്നത് HClO3 ആണ് എങ്കിൽ ഇവിടെ -2 × 3 +1 അവിടെ +5 ആണ്. ഓക്കെ, അതേപോലെ HClO4, ഞാൻ ക്ലോറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, -2 × 4 ഇവിടെ +1 ഇവിടെ +7 ആണ്. അപ്പോൾ +7 കാണിക്കുന്ന, +5 കാണിക്കുന്ന, +3 കാണിക്കുന്ന, +1 കാണിക്കുന്ന എക്സാമ്പിൾസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് ആവശ്യമില്ല. ആൻഡ് ഓക്സിഡൈസിങ് പവർ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യാണ്? താഴേക്ക് കുറഞ്ഞു വരികയാണ്. ഓക്സിഡൈസിങ് പവർ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഓക്സിഡേഷൻ നടത്താനുള്ള പവർ. ഓക്കെ, അത് ജനറലി പറഞ്ഞത് ഓക്സിഡൈസിങ് പവർ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്താ? ഓക്സിഡൈസിങ് പവർ അണ്ടർഗോയിങ് റിഡക്ഷൻ ആണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ഓക്സിഡൈസിങ് പവർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദേ ആർ ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് അണ്ടർഗോയിങ് റിഡക്ഷൻ മീൻസ് ആഡിങ് ഇലക്ട്രോൺ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി താഴേക്ക് കുറയല്ലേ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ. അനോമലസ് ബിഹേവിയറിന് കാരണം എന്താ? സ്മോളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, unavailability of vacant d orbital, that is same always. Okay, and what is the anomalous behavior? Anomalous behavior is ionic and covalent radii. അതായത് അയോണിക് റേഡിയം, കൊവാലന്റ് റേഡിയൈ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ബോണ്ട് എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ആർ ക്വയറ്റ് ലോവർ ദാൻ എക്സ്പെക്റ്റഡ്.
മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബോയിലിംഗ് പോയിന്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബോണ്ട് എന്താൽപ്പി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ക്ലോറിനേക്കാളും ഒക്കെ എന്താണ് കുറവാണ്. അയോണിക് ആൻഡ് കൊവാലന്റ് റേഡിയോ ഒന്നും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ച് കുറവാണ്. ഇറ്റ് ഫോംസ് ഓൺലി വൺ ഓക്സോ ആസിഡ്. ഓക്സോ ആസിഡ്സ് നമുക്കറിയാം, നമ്മൾ സൾഫറിലും ഫോസ്ഫറസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഓക്സോ ആസിഡ് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫ്ലൂറിന് ഒരേ ഒരു ഓക്സോ ആസിഡേ ഉള്ളൂ, ഫ്ലൂറിൻ ആയതുകൊണ്ട് HFO. ഓക്കെ, HFO എന്ന് പറയുന്ന ഒരൊറ്റ ഓക്സോ ആസിഡ്. ക്ലോറിൻ ഇവിടെ നോക്ക്, HClO ഉണ്ട്, HClO2 ഉണ്ട്, HClO3 ഉണ്ട്, HClO4 ഒക്കെ ഉണ്ട്. പക്ഷേ ദേ ആർ ഫോമിങ് ഓൺലി വൺ ഓക്സോ ആസിഡ് വൈൽ അതേഴ്സ് ഫോംസ് എ നമ്പർ ഓഫ് ഓക്സോ ആസിഡ്സ്. ഓക്സോ ആസിഡ്സ് വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് HF ഈസ് എ ലിക്വിഡ് വൈൽ അതർ ഹൈഡ്രജൻ ഹാലൈഡ്. HF ലിക്വിഡ് ആണ്, വൈൽ അതർ ഹൈഡ്രജൻ ഹാലൈഡ്സ് എന്ന് വെച്ചാൽ HCl, HBr, HI ഒക്കെ എന്താണ്, ദേ ഓൾ ആർ ഗ്യാസസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ HFൽ ഫ്ലൂറിൻ ഉണ്ട്, അപ്പോൾ ദേ ആർ ഫോമിങ് ഹൈഡ്രജൻ ബോൺസ്. ഇവിടെ ഡെൽറ്റ മൈനസ്, ഇവിടെ ഡെൽറ്റ പ്ലസ്, ഇവിടെ ഡെൽറ്റ മൈനസ്, ഇവിടെ ഡെൽറ്റ പ്ലസ്. അങ്ങനെ ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്, ഹൈഡ്രജൻ ബോണ്ടാണ്. സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് HF ഒരു ലിക്വിഡാണ്. അതിപ്പോൾ ഫ്ലൂറിൻ ഹൈഡ്രജൻ്റെ കൂടെ വന്നപ്പോൾ ലിക്വിഡാണ്, എന്നാൽ ക്ലോറിനും ബ്രോമിനും അയോഡിനും ഹൈഡ്രജൻ്റെ കൂടെ വന്നപ്പോൾ അത് ഗ്യാസസ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എൻ അനോമലസ് ബിഹേവിയർ ഓഫ് ദിസ് ഈസ് നോട്ട് അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ, ദാറ്റ് ഷുഡ് ബി അനോമലസ് ബിഹേവിയർ ഓഫ് fluorine. Okay, that should be anomalous behavior of fluorine. Okay, and next is reactivity with hydrogen. We are going to discuss different reactions of halogens. They all form hydrogen halides. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ഫോമിങ് ഹൈഡ്രജൻ ഹാലിഡ്സ് HX എന്ന് വെച്ചാൽ ദേ ആർ ഫോമിങ് HF, HCl, HBr and HI. Okay, hydrogen fluoride, hydrogen chloride, hydrogen bromide and hydrogen iodide. Okay, അങ്ങനെ ഹൈഡ്രജൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു അഫിനിറ്റി താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറയാണ്. ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, അപ്പോൾ ഹൈഡ്രജനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. സോ അഫിനിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ HF ഉണ്ടാവാനുള്ള അത്രയും ടെൻഡൻസി HCl ഉണ്ടാവാനില്ല. അത് HBrൽ വീണ്ടും കുറയാണ്, HIൽ വീണ്ടും കുറയാണ്. ഹൈഡ്രജൻ ഹാലൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം ഹൈഡ്രോഹാലിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക്, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിൽ HF ഗ്യാസാണ്, HCl ഗ്യാസാണ്, HBr ഗ്യാസാണ്, HI ഗ്യാസാണ്. അപ്പോൾ അത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ അയോഡൈഡ് അങ്ങനെ പറയാം. എന്നാൽ HCl വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ HCl അക്വസ് എന്ന് എഴുതും. അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. അതേപോലെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഹൈഡ്രോബ്രോമിക് ആസിഡ് ആൻഡ് ഹൈഡ്രോ അയോഡിക് ആസിഡ്. അങ്ങനെ നമ്മളൊരു HFും ഒരു HClഉം അതേപോലെ HBrഉം ഇക്വിലിബ്രിയത്തെ പഠിക്കുന്നുണ്ട്. HIയും എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടുകയാണ്. സൈസ് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് H+ പുറത്തേക്ക് വരും. അപ്പോൾ സ്ട്രോങ് ആസിഡാണ് HI. HBr സ്ട്രോങ് ആസിഡാണ്, ബട്ട് ഇറ്റ് ഈസ് ലെസ് സ്ട്രോങ്ങർ ദാൻ HI. HCl സ്ട്രോങ്ങർ ആസിഡാണ്, പക്ഷേ HBrനേക്കാളും HIനേക്കാളും ലെസ് സ്ട്രോങ്ങർ ആണ്. ആൻഡ് HF ഈസ് എ വീക്ക് ആസിഡ്. So the acidic strength follows the order HF less than HCl less than HBr less than HI. Okay, reason, as the size of halogen atom increases, bond length increases, bond strength decreases, and so bond strength decrease ചെയ്യുമ്പോൾ H+ പുറത്തേക്ക് വരും. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് H+ പുറത്തേക്ക് വരും. and so the acidic strength increases. Okay, and the next is reactivity with oxygen. ഇവർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും, ഓക്സൈഡുകൾ ഉണ്ടാക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദി ഓക്സൈഡ്സ് ആർ അൺസ്റ്റേബിൾ. ഫ്ലൂറിന് 2 ടൈപ്പ് ഓക്സൈഡ്സ് ഉണ്ട്, OF2 ഉണ്ട്, O2F2 ഉണ്ട്. പക്ഷെ അതിൽ OF2 മാത്രമാണ് തെർമലി സ്റ്റേബിൾ. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേബിൾ ആയിട്ടുള്ളത് OF2 മാത്രമാണ്. OF2ന് തന്നെ സ്റ്റെബിലിറ്റി 298 കെൽവിൻ വരെ ഉള്ളൂ. ഓക്കെ, ആൻഡ് ബോത്ത് OF2 ആൻഡ് O2F2 ആർ സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്സ്. സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്ലൂട്ടോണിയം പോലെയുള്ള ഒരു എലമെൻറ്റിനെ അതിലേക്ക് നമ്മൾ ഫ്ലൂറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ഫ്ലൂറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് PuF4 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് അതിനെ ഫ്ലൂറിനേറ്റ് ചെയ്യാണ്, ഫ്ലൂറിൻ ആഡ് ചെയ്യപ്പെടുക. ഒന്നിലേക്ക് ഫ്ലൂറിൻ ആഡ് ചെയ്യുന്നതിനെ നമുക്ക് ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ മറ്റുള്ളവർക്ക് ഫ്ലൂറിൻ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ദേ ആർ സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്. കാരണം ഇവർ വളരെ അൺസ്റ്റേബിൾ ആണ്. ഇത് ഒട്ടും സ്റ്റേബിൾ അല്ല, ഇതും സ്റ്റെബിലിറ്റി 298 കെൽവിൻ വരെയുള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ പെട്ടെന്ന് പുറത്തേക്ക് വരും. ആൻഡ് ക്ലോറിന് ഡിഫറെൻറ്റ് ഓക്സൈഡ്സ് ഉണ്ട്. ഫ്ലൂറിൻ്റെ ഓക്സൈഡ്സ് നമ്മൾ പറഞ്ഞു, ക്ലോറിന് ഡിഫറെൻറ്റ് ഓക്സൈഡ്സ് ഉണ്ട്. ആ ഓക്സൈഡ്സിൽ Cl2O, Cl2O, Cl2O6, Cl2O7. ബ്രോമിൻ്റെ ഓക്സൈഡ്സ് Br2O, BrO2 ആൻഡ് BrO3 വ്യത്യാസമുണ്ട്. അതേപോലെ
ഓൾ ആർ വെരി പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. എല്ലാവരും പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആണ്. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്ലോറിൻ അത്ര പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് അല്ല. ബ്രോമിൻ സൈസ് കൂടിയതുകൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഓക്സിജനെ കൊടുക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ഓക്സിഡേഷൻ നടക്കും. സോ ദേ ഓൾ ആർ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ആൻഡ് I2O4, I2O5, I2O7 ഇതെല്ലാം അയോഡിൻ്റെ ഓക്സൈഡുകളാണ്. അതിൽ I2O5 ഈസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, മറ്റുള്ളവരൊക്കെ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് തന്നെയാണ്. ദീസ് ആർ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ എസ്റ്റിമേഷൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, റിയാക്ടിവിറ്റി വിത്ത് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യവുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്താൽ അത് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കും. മെഗ്നീഷ്യവുമായിട്ട് ബ്രോമിൻ റിയാക്ട് ചെയ്താൽ അത് മെഗ്നീഷ്യം ബ്രോമൈഡ് ഉണ്ടാക്കും. കാൽഷ്യവുമായിട്ട് ഫ്ലൂറിൻ റിയാക്ട് ചെയ്താൽ കാൽഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാക്കും. അതേപോലെ കാൽഷ്യവുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്താൽ കാൽഷ്യം ക്ലോറൈഡ്. സോ ഹാലജൻസ് റിയാക്ട്സ് വിത്ത് മെറ്റൽ ടു ഫോം മെറ്റൽ ഹാലൈഡ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതിൽ ഇവരെല്ലാം അധികവും എന്താണ്? അയോണിക് ഹാലൈഡുകളാണ്. ഇപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ് ഇതൊക്കെ അയോണിക് ഹാലൈഡുകളാണ്. ദ അയോണിക് ക്യാരക്ടർ ഓഫ് ഹാലൈഡ്സ് ഡിക്രീസസ് ഇൻ ദ ഓർഡർ MF, MCl, MBr, MI. ഫ്ലൂറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ മോർ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവുക. ക്ലോറിൽ അത്രയും അയോണിക് അല്ല, ബ്രോമിൽ ഒട്ടും വീണ്ടും കുറയാണ്, അയോഡിൽ വീണ്ടും കുറയാണ്. വേറെ M ഈസ് എ മോണോ വാലൻ്റ് മെറ്റൽ. മോണോ വാലൻ്റ് മെറ്റൽ എന്ന് വെച്ചാൽ സോഡിയം ഒരു മോണോ വാലൻ്റ് മെറ്റലാണ്. ഓക്കെ, NaF കാരണം അവിടെ +1 -1 ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ നമ്മൾ അയോണിക് ക്യാരക്ടർ പറയുകയാണെങ്കിൽ NaF ഗ്രേറ്റർ ദാൻ എമ്മിന് ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ NaCl, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ NaBr, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ NaI. NaIക്കൊക്കെ ഒരു ചെറിയ കൊവാലൻ ക്യാരക്ടർ ഉണ്ട്. പക്ഷേ NaF എന്ന് പറഞ്ഞാൽ പ്യൂർലി അയോണിക് ആണ്. NaClയും അയോണിക് ആണ്, ബട്ട് ദ അയോണിക് ക്യാരക്ടർ ഇസ് ലെസ് ദാൻ NaF. Okay, the halides in their higher oxidation state will be more covalent than one in the lower oxidation state. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൊവാലൻ ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മെറ്റലുകളുടെ തന്നെ ഓക്സൈഡുകൾ ബേസിക് ആവുന്നതിന് പകരം അസിഡിക് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാലൈഡ്സ് ഇൻ ദ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ മോർ കൊവാലൻ ദാൻ വൺ ഇൻ ദ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ടിന്നിൻ്റെ SnCl4 എടുക്കുകയാണ്. ഇവിടെ ഹാലജൻ ടിന്നുമായിട്ട് കമ്പൈൻ ചെയ്തു. ഓക്കെ, ഹാലൈഡ് മെറ്റൽ ഹാലൈഡ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ SnCl2 ഉണ്ടായിട്ടുണ്ട്. SnF+4ഉം ഇവിടെ +2. ഓക്കെ, ഇത് ഒരു ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. അപ്പോൾ അവർക്ക് +2, +4 ഒക്കെ കാണിക്കാം. അപ്പോൾ ഈ +4ലുള്ള ആൾ മോർ കൊവാലൻ്റ് ആണ്. കാരണം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കൊവാലൻ ക്യാരക്ടർ കൂടും. ഓക്കെ, അതുകൊണ്ട് തന്നെ SnCl4, PbCl4, SbCl5, UF6 ആർ മോർ കൊവാലൻ ദാൻ SnCl2. SnCl4ൻ്റെ SnCl2, PbCl4ൻ്റെ PbCl2 ആൻഡ് SbCl5ൻ്റെ SbCl3 ആൻഡ് UF6ൻ്റെത് UF4. ഓക്കെ, അവരെല്ലാം അതായത് ഈ അവസാനം കൊടുത്തിരിക്കുന്നത് ലെസ് കൊവാലൻ അല്ലെങ്കിൽ മോർ അയോണിക് ആണ്. ഇവരെല്ലാം മോർ കൊവാലൻ്റ് ആണ്, ലെസ് അയോണിക് ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. നമ്മൾ ഇനി ഹാലോജൻസിൽ കുറച്ച് ടോപ്പിക്സ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് 18ഉം അടുത്ത സെഷനോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു.